ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നാലാമത്തെ യൂണിറ്റായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന 6 പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളെക്കുറിച്ചും ആ മൗലികാവകാശങ്ങൾ വളരെ വിശദമായും നമ്മൾ പഠിച്ചല്ലോ. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ 4-ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. അതിനോടൊപ്പം RTI ആക്ട്, അതായത് വിവരാവകാശ നിയമത്തെക്കുറിച്ചും നമുക്ക് ഈ ഭാഗത്ത് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. ആദ്യത്തെ ഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ചിലപ്പം പരീക്ഷ പേപ്പറിൽ DPSP എന്ന് മാത്രം ചുരുക്കി കാണും. തീർച്ചയായിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളും നയങ്ങളും അവകാശങ്ങളുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് വരും ഗവൺമെൻറ്റുകൾക്കുള്ള ചില നിർദ്ദേശങ്ങളും നയങ്ങളും അവകാശങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നയങ്ങളും അവകാശങ്ങളുമാണ്. അതാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇതിനോടൊപ്പം ഇന്ത്യയെ സാമൂഹികവും സാമ്പത്തികവുമായ ഒരു ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ 4-ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉള്ളത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതി കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ചില നയങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക, രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതി എന്നിവയൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഈ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെയും നയങ്ങളുടെയും അവകാശങ്ങളുടെയും പ്രധാന ലക്ഷ്യങ്ങൾ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? നമ്മുടെ ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള 16 ആർട്ടിക്കിളുകൾ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ധാരാളം എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവയെല്ലാം മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഡയറക്റ്റീവ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഐഡിയൽസ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. രണ്ടാമത്തത് രാഷ്ട്രത്തിൻ്റെ നയങ്ങളെ രൂപപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. മൂന്നാമത്തത് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, അതായത് പൗരന്മാരുടെ നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്, രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. മൂന്നാമതായിട്ട് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സും ഏത് ഭാഗത്തുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കുക. ഡയറക്റ്റീവ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഐഡിയൽസ് ഓഫ് സ്റ്റേറ്റ്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആദ്യത്തെ ഭാഗമായി നമുക്ക് പഠിക്കാനുള്ളത് രാഷ്ട്രത്തിൻ്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങളാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അത് ഏതെല്ലാമെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആർട്ടിക്കിൾ 38 1-ാം ഭാഗം ശ്രദ്ധിക്കുക. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തി രാഷ്ട്രം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ പരിശ്രമിക്കണം. അതായത് ആർട്ടിക്കിൾ 38 ഒരു നിർദ്ദേശമാണ് രാജ്യത്തോടുള്ള. അതിലെന്താ പറയുന്നത്? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ നമ്മുടെ രാഷ്ട്രം എന്ത് ചെയ്യണം? പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്.
ആർട്ടിക്കിൾ 38 എന്താ പറയുന്നത്? 38 രണ്ടാം ഭാഗം, വരുമാനം, പദവി, അവസരങ്ങൾ എന്നിവയിലുള്ള അസമത്വം കുറച്ചു കൊണ്ടുവരിക. അതായത് അസമത്വം എല്ലാ തലത്തിലും കുറച്ചു കൊണ്ടുവരാനാണ് ആർട്ടിക്കിൾ 38 രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് നല്ല ജീവിത നിലവാരം, വേതനം, നല്ല തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പുവരുത്താൻ രാഷ്ട്രം പരിശ്രമിക്കണം. അതായത് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ രാഷ്ട്രം പരിശ്രമിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 43 നൽകുന്നത്. ആർട്ടിക്കിൾ 47 പോഷകാഹാരം, ജീവിത നിലവാരം, പൊതുജനാരോഗ്യം എന്നിവ ഉയർത്താനായിട്ട് രാഷ്ട്രം പരിശ്രമിക്കണം. അതായത് ജനങ്ങളുടെ ക്ഷേമം, അല്ലേ, പോഷകാഹാരമാണെങ്കിലും ജീവിത നിലവാരമാണെങ്കിലും പൊതുജനാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ രാഷ്ട്രം പരിശ്രമിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 47 നൽകുന്നത്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സഹകരണവും കൊണ്ടുവരാനായിട്ട് നമ്മുടെ രാഷ്ട്രം പരിശ്രമിക്കണം എന്നാണ് ആർട്ടിക്കിൾ 51 നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രത്തിൻ്റെ ആശയ സ്വഭാവമുള്ള ചില നിർദ്ദേശങ്ങളാണ്, അല്ലേ, ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗം. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റീവ്സ് ഷേപ്പിംഗ് ദി പോളിസി ഓഫ് ദി സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്ന നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം. ആർട്ടിക്കിൾ 44 ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഉറപ്പുവരുത്തുക. ഇതൊക്കെ രാഷ്ട്രത്തിന് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ടെന്ന് നോക്കാം, അല്ലേ? അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത. നിർബന്ധിപ്പിക്കുന്നില്ല, രാഷ്ട്രത്തിന് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാം. ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. ഇനി രണ്ടാമത്തത് ആർട്ടിക്കിൾ 45 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക, അല്ലേ? അതായത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ന് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നില്ലേ? അത് ഇന്നൊരു മൗലികാവകാശമായി മാറി. അപ്പോൾ അത് നടപ്പാക്കി തുടങ്ങി. ആർട്ടിക്കിൾ 47 ശ്രദ്ധിക്കുക, മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും നിരോധിക്കുക. ഇതും പൂർണ്ണമായിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ല. ആർട്ടിക്കിൾ 43 ശ്രദ്ധിക്കുക, കുടിൽ വ്യവസായങ്ങളുടെ പുരോഗതി. ഇത് ഗാന്ധിജിയുടെ ഒരു ലക്ഷ്യമാണ്. ഇന്ത്യ ഗ്രാമങ്ങളുടെ നാടാണ്. ഗ്രാമങ്ങളിൽ മെയിനായിട്ട് കുടിൽ വ്യവസായങ്ങളും അതുപോലെ തന്നെ കൃഷിയുമാണ് പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പോൾ കുടിൽ വ്യവസായങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു ആശയമാണ്. അതും ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ഇതും നടപ്പാക്കിയിട്ടില്ല, ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കിയെന്ന് മാത്രം. ആർട്ടിക്കിൾ 40 സ്വയംഭരണത്തിനുള്ള യൂണിറ്റുകളായി ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കണം എന്നുള്ളതും ഗാന്ധിജിയുടെ ഒരു ആശയമായിരുന്നു. അതും ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം. ഇതൊക്കെ ഒരു ഗാന്ധിയൻ ആശയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഏത് ഭാഗത്ത് പിന്നുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ 3ാമത്തെ ഭാഗമായിട്ട് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്, അതായത് പൗരന്മാരുടെ നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ്. എന്താണ് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിൻ്റെ പ്രത്യേകത? അതായത് മൗലിക അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ റൈറ്റാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിച്ചാൽ അത് പുനഃസ്ഥാപിച്ച് തരും, ഇല്ലേ? പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന അവകാശങ്ങൾ കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല, അത് പുനഃസ്ഥാപിച്ച് തരാൻ കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിൻ്റെ പ്രത്യേകത. അത്തരത്തിലുള്ള ഒരുപാട് അവകാശങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ? ആർട്ടിക്കിൾ 39A ഏറ്റവും കുറഞ്ഞ ജീവിത മാർഗത്തിനുള്ള അവകാശം. അതായത് ഏറ്റവും കുറഞ്ഞത് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള അവകാശം ആണ് ആർട്ടിക്കിൾ 39 പറയുന്നത്. ആർട്ടിക്കിൾ 39D എന്താ പറയുന്നത്? ലിംഗഭേദമില്ലാതെ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. അതായത് ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി നൽകണം എന്നാണ് ആർട്ടിക്കിൾ 39D പറയുന്ന
പ്രധാനപ്പെട്ട അവകാശം. ആർട്ടിക്കിൾ 39 ഈ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതായത് സാമ്പത്തികമായിട്ട് ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 39 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 41 ശ്രദ്ധിക്കുക, ജോലി ചെയ്യാനുള്ള അവകാശം. ആർട്ടിക്കിൾ 41 മറ്റൊരു കാര്യം, രോഗം, വാർദ്ധക്യം, തൊഴിലില്ലായ്മ എന്നീ സാഹചര്യങ്ങളിൽ പൊതുസഹായം ലഭിക്കുന്നതിനുള്ള അവകാശം. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, കോടതിയെ സമീപിച്ചാൽ നമുക്ക് പുനഃസ്ഥാപിച്ച് തരുന്ന അവകാശങ്ങളല്ല, നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ് ആണ്, വെറും പേപ്പറിൽ ഒതുങ്ങുന്ന അവകാശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 45 കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 45 പറയുന്ന 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നത് മൗലികാവകാശം ആയിരുന്നില്ല. പക്ഷേ പിന്നീട് ആർട്ടിക്കിൾ 21A അമെൻഡ് ചെയ്ത ആ ഭാഗത്ത് എന്ത് ചെയ്തു? 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് മൗലികാവകാശമായി മാറി അല്ലേ? അപ്പോൾ ഇന്ന് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു ജസ്റ്റീഷ്യബിൾ റൈറ്റാണ്. പക്ഷേ ആർട്ടിക്കിൾ 45 അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഈ ഒരു അവകാശം മുമ്പ് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അന്ന് അത് മൗലികാവകാശം ആയിരുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരുപാട് നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് കോടതിയെ സമീപിച്ചാൽ പുനഃസ്ഥാപിച്ച് നൽകുന്ന അവകാശങ്ങൾ അല്ല എന്നുകൂടി മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTI ആക്ട് എന്ന് പറയും. അതായത് വിവരാവകാശ നിയമം. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു പുതിയ നിയമം പാസ്സാക്കുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുക, ജനങ്ങളുടെ പങ്കാളിത്തം ജനാധിപത്യത്തിൽ ഉറപ്പുവരുത്തുക, ഇതൊക്കെ ആയിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ലക്ഷ്യം. ഇന്ന് വിവരാവകാശം ഒരു അടിസ്ഥാന അവകാശമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒക്കെ ഇത് മൗലികാവകാശമാണ്. അതായത് നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നൊക്കെ പറയുന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ വിവരങ്ങളുടെ സ്വതന്ത്രമായ ഒഴുക്ക് അവകാശമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് RTI ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവരാവകാശ നിയമത്തിൻ്റെ പ്രത്യേകത. വിവരാവകാശ നിയമം അനുസരിച്ച് ഏതൊരു ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്നും, അതായത് ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്നോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനിൽ നിന്നോ വിവരങ്ങൾ അറിയാൻ നമുക്ക് അപേക്ഷ നൽകാം. ഇത്തരത്തിൽ വിവരങ്ങൾ അറിയാൻ നമ്മൾ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് ഈ നിയമം പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ഗവൺമെൻറ് ഓഫീസിലും മറ്റുള്ളവർക്ക് നൽകാനുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി, ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ RTI ആക്ട് വന്നതോടുകൂടി ഗവൺമെൻറ് ഓഫീസിൽ നിന്നും പബ്ലിക് അതോറിറ്റിയിൽ നിന്നും നമുക്ക് അറിയാൻ താല്പര്യമുള്ള വിവരങ്ങൾ അറിയാൻ ഒരു അപേക്ഷ നൽകിയാൽ മതി. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി നൽകണം എന്നാണ് ഈ വിവരാവകാശ നിയമം പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത്. പക്ഷേ ഈ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 13 ഇതോടുകൂടി 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഇല്ലാതായി. അതായത് 1923 മുതൽ ഗവൺമെൻറ് രേഖകളൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് നൽകാൻ പാടില്ല, അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു നിയമം. ആ നിയമം 2005 വിവരാവകാശ നിയമത്തോടുകൂടി ഇല്ലാതായി എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിവരാവകാശ നിയമം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയും അഴിമതികൾ കുറക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഈ നിയമത്തിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് പറയേണ്ടത്. ഈ നിയമം അനുസരിച്ച് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഒരു PIOയെ നിയമിക്കണം. അതായത് ജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക അവിടെ ഉണ്ടാക്കി. ഇനി
ഏതൊരു പൗരനും വിവരങ്ങൾ ആരായാനായി എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ PIOക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ, അതിന്മേൽ ഒരു 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിക്കഴിഞ്ഞാൽ അയാൾ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി നൽകണമെന്നാണ് RTI ആക്ട് പറയുന്നത്. ഇനി ഈ നിയമമനുസരിച്ച് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ വിവരാവകാശത്തിനുള്ള അപേക്ഷ ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലാണ്. അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്ക് 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാണ് RTI ആക്ട് പറയുന്നത്. ഇനി നമ്മൾ നൽകുന്ന അപേക്ഷയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തേടുന്നതെങ്കിൽ 45 ദിവസത്തെ കാലാവധി നൽകിയിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയാൽ മതി. എന്താണെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ. അതുപോലെ തന്നെ ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആരായുന്നതെങ്കിൽ തീർച്ചയായിട്ടും 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? 48 മണിക്കൂറിനുള്ളിൽ തന്നെ വിവരങ്ങൾ നൽകണം എന്നാണ് ഈ നിയമം പറയുന്നത്. അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ ഇതിനു വേണ്ടി അപേക്ഷ തയ്യാറാക്കൽ എങ്ങനെയാണ്? ഒരു A4 ഷീറ്റിൽ 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് മറുപടി നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്താണ് ബാധ്യസ്ഥരാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഇനി എക്സ്ക്ലൂഷൻസ്, അതായത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ചില സ്ഥാപനങ്ങളെയും ഏജൻസികളെയും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസികളെ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളുണ്ട് അല്ലേ, സെക്യൂരിറ്റി ഏജൻസികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏജൻസികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഏതൊക്കെ ഏജൻസികളെയാണ് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് പരിശോധിച്ചാലോ? RTI ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില ഇൻ്റലിജൻസ് ഏജൻസികളാണ് ഇൻ്റലിജൻസ് ബ്യൂറോ, അതായത് IB, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ്, RAW, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചാരസംഘടന, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ ED എന്ന് പറയുന്ന അല്ലേ, ഇന്ന് പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഏജൻസികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ RTI ആക്ടിൽ നിന്ന്, വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കാക്കുന്ന ചില ഏജൻസികളെ RTI ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ്, BSF, CRPF, ITBP, CISF, NSG, ആസാം റൈഫിൾസ്, ലക്ഷദ്വീപ് പോലീസ്. അപ്പോൾ നമ്മുടെ കരസേന ആവട്ടെ, അതുപോലെ തന്നെ നാവികസേന ആവട്ടെ, അതുപോലെ തന്നെ മറ്റു നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഏജൻസികളെ RTI ആക്ടിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അർദ്ധസൈനിക വിഭാഗങ്ങളായ ഒരുപാട് ഏജൻസികളെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഭാഗത്ത്, BSFും CRPF ഇത്തരത്തിലുള്ള ഒരുപാട് ഏജൻസികളെ പറഞ്ഞല്ലോ, അവരൊക്കെ RTI ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്നതിനേക്കാളും പ്രധാനമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയും അല്ലേ, ഇതൊക്കെ. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. RTI ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിന്ന് ഒഴിവാക്കിയത് അല്ലേ. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നാൽ പ്രശ്നമാണ് അല്ലേ. എതിരാളികൾക്ക് രാജ്യത്തെ ആക്രമിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് സൗകര്യമാവും എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ എക്സ്ക്ലൂഷൻ, അതായത് ചില വിവരങ്ങളെയും RTI ആക്ടിൻ്റെ പരിധിയിൽ നിന്ന്, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ?
റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ വിവരം, അതായത് വിദേശ രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിൻ്റെ ബന്ധം തകർക്കുന്ന, രാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന രീതിയിൽ പുറത്തു വിടാൻ പാടില്ലാത്ത ചില വിവരങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള വിവരങ്ങൾ ഒരിക്കലും RTI ആക്ടിൻ്റെ പരിധിയിൽ പെടുന്നില്ല. മനസ്സിലായോ? അതായത് അത് രാജ്യത്തിൻ്റെ സുരക്ഷയും മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധത്തെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തൊക്കെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വിടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ RTI ആക്ടിൽ നിന്ന് അങ്ങനത്തെ വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത് വാണിജ്യപരവും അതുപോലെ തന്നെ വ്യാപാരപരവുമായ രഹസ്യങ്ങൾ, അതായത് ട്രേഡ് സീക്രട്ടുകൾ അല്ലേ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള ചില രഹസ്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് വിടാൻ പാടില്ല. അത്തരത്തിലുള്ള വിവരങ്ങളും ഏതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്? RTI ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും കോടതി നിയമം വഴിയോ അവരുടെ ഉത്തരവ് വഴിയോ പുറത്ത് വിടരുതെന്ന് പറഞ്ഞ വിവരങ്ങളും RTI ആക്ടിൻ്റെ പരിധിക്ക് പുറത്താണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതായത് കോടതി പുറത്ത് വിടരുതെന്ന് പറഞ്ഞ വിവരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, RTI ആക്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടൂല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് ഇന്ത്യയോട് പറഞ്ഞ വിവരങ്ങളും RTI ആക്ടിൻ്റെ പരിധിയിൽ പെടൂല. നമ്മൾ വിവരാവകാശ അപേക്ഷ കൊടുത്താൽ അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ സുരക്ഷക്കോ ഭീഷണിയാകുന്ന വിവരങ്ങൾ, അതായത് ഒരു വിവരം പുറത്തു വന്നാൽ ഒരാളുടെ ജീവനോ സുരക്ഷക്കോ ഭീഷണിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങളും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, വിവരാവകാശ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടൂല. അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും മന്ത്രിസഭ ചർച്ചകളൊക്കെ എന്താണ്, രഹസ്യ സ്വഭാവമുള്ളതാണ്. ചില ക്യാബിനറ്റ് പേപ്പറുകൾ, അതായത് മന്ത്രിസഭ തീരുമാനങ്ങൾ ഉൾപ്പെടുന്ന ചില ക്യാബിനറ്റ് പേപ്പറുകൾ ഒരിക്കലും എന്ത് ചെയ്യൂല, പബ്ലിഷ് ചെയ്യൂല, പുറം ലോകം അറിയാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിക്ക് പുറത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്നും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു യൂണിറ്റുമായി നമുക്ക് കാണാം. താങ്ക്